ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെക്യൂർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ്. ഇന്നത്തെ വീഡിയോ ഒരു കിഡിലൻ വീഡിയോ ആണ് കേട്ടോ. ചെടിപ്രേമികളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കുറച്ച് അടിപൊളി പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എപ്പോഴും ചെയ്യാറുള്ള പോലെ എല്ലാ ആഴ്ചകളിലെയും കറക്റ്റ് ദിവസങ്ങളിൽ തന്നെ എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റണില്ല. അതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ കാണാത്തവരായിരിക്കും എന്നോട് എന്താണ് വീഡിയോ ഇടാത്തതെന്ന് പിന്നെയും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീടുമ്പോൾ കുറച്ച് പണികൾ നടത്തുന്നതിനാലേ വിചാരിക്കേണ്ട പല കാര്യങ്ങൾ മൂവ് ആവണില്ല. ഈ ഒരു മെയ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പഴയ പോലെ സെറ്റ് ആവും കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കുറഞ്ഞ വിലയിലുള്ള കുറച്ച് ചെടികളാണ് ഞാൻ സെയിലിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെടി വാങ്ങാനുള്ള ആ ഒരു അവസരം കുറേ പേര് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിലൊത്തിരി സന്തോഷമുണ്ട്. ഇനി ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. നമ്മൾ പ്ലാൻസ് അയക്കുന്നത് മെയിനായിട്ട് DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും അതുപോലെ പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ വഴിയുമാണ്. അതുകൂടാണ്ട് ചാലക്കുടി ഹൈവേ പാസ് ചെയ്ത് പോകുന്നവരോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലാൻസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് പ്രീ ഓർഡർ തരുവാണെങ്കിൽ ഞാനിവിടെ റെഡിയാക്കി വെക്കും. നിങ്ങൾക്ക് നേരിട്ട് വന്ന് എടുത്തിട്ട് പോവാം. പക്ഷേ ഒരു കാര്യം മാത്രം, നിങ്ങൾ വരുന്നതിന് മുമ്പ് തലേ ദിവസം തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടാവണം കേട്ടോ. കാരണം എനിക്കിവിടെ നഴ്സറി ഇല്ലേ, ഓൺലൈൻ സർവീസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ അനുസരിച്ചുള്ള പ്ലാൻസ് മാത്രമേ റെഡിയാക്കി വെക്കുകയുള്ളൂ. പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഓർഡർ തരുമ്പം ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബില്ലിടുന്നതിന് മുമ്പ് തന്നെ ഔട്ട് ഓഫ് കേരളയാണെന്നുള്ളതൊന്ന് പറഞ്ഞേക്കണേ. സെയിൽ ലിസ്റ്റിൽ നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്ലാന്റ് വരുന്നത് മഡഗാസ്കർ ജാസ്മിനാണ്. മഡഗാസ്കർ ജാസ്മിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഗന്ധമാണ് കേട്ടോ. ഈ ഇലകൾക്കൊക്കെ നല്ല കട്ടിപ്പ്, അതുപോലെ തണ്ട് നല്ല കട്ടി തണ്ടാണ്. ഇതിങ്ങനെ വളർന്ന് കയറി നിറയെ പൂക്കുന്ന ചെടിയാണ് കേട്ടോ. ഈ ഒരു ചെടി ഏറെ പേര് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട്, പക്ഷെ നമുക്കങ്ങനെ സെയിലിന് കിട്ടാറില്ല. ഫസ്റ്റ് ടൈമാണ് എനിക്ക് മഡഗാസ്കർ ജാസ്മിൻ സെയിലിനായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 400 രൂപയാണേ. നല്ല വിലയുള്ളതുകൊണ്ട് തന്നെ വാങ്ങാൻ സാധിക്കുന്നവർ വാങ്ങാം കേട്ടോ. ഇനി വരുന്ന പ്ലാന്റ് ബ്രെഡ് ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണ്. ഇതിനും നല്ല സ്മെല്ലുണ്ട്. ഇതിൻ്റെ പൂക്കൾ കണ്ട് അങ്ങനെ തുരുതുരാ നിറഞ്ഞ് കൊലകുത്തി പൂവുണ്ടാവും. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് ഈ ആർച്ചിലൊക്കെ വളർത്തി കയറ്റാൻ നല്ലതാണ്. ബ്രെഡ് ഫ്ലവറിൻ്റെ ചെടിയും ഒത്തിരി ഇല്ല, കുറച്ചേ ഉള്ളൂ. ഇതൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണേ. ഉള്ളത് നല്ല ഹെൽത്തി പ്ലാന്റാണ്. അടുത്ത അടിപൊളി പ്ലാന്റ് എന്ന് പറയുന്നത് ബോട്ടിൽ ബ്രഷാണ് കേട്ടോ. ഇതൊരു കുഞ്ഞു മരമായിട്ട് വളരുവേ. ഒത്തിരി തടിയായിട്ടൊന്നും പോയില്ല, എന്നിരുന്നാലും കുറച്ച് സ്പേസ് വേണം നടന്നോടത്ത്. കാരണം ഇച്ചിരി പൊക്കം വെച്ച് പോണ ചെടിയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 150 രൂപയാണേ. ഹെലിക്കോണിയയുടെ മിനിയേച്ചർ ടൈപ്പ് ഈ ഒരു മഞ്ഞ കളറിൽ പൂക്കളുണ്ടാവുന്നത് വന്നിട്ടുണ്ട് കേട്ടോ. ഹെലിക്കോണിയ എന്ന് പറയുന്നത് നല്ല രസമായിട്ട് നിൽക്കുന്ന ചെടിയാണ്. എപ്പോഴും ഇങ്ങനെ പൂ നിൽക്കണോണ്ടേ അതും പൂക്കൾ കുറേ ലാസ്റ്റ് ചെയ്യുമല്ലോ. സാധാരണ ഇതിൻ്റെ പൊക്കം വയ്ക്കുന്ന ചെടികളാകുമ്പോൾ നമ്മൾ വീടിൻ്റെ മതിലിനോട് ചേർന്നൊക്കെ ഫ്രണ്ട് ഏരിയയിൽ നടാറുണ്ട്. ഇതെന്ന് പറയുന്നത് മിനിയേച്ചർ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ പല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടമാനം പൊക്കം വെക്കില്ലല്ലോ, താന്ന് തന്നെ നിറച്ച് പൂക്കളായി നിൽക്കും. ക്രോട്ടൺ പ്ലാന്റ്സ് നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇതുപോലെ നല്ല നേരിയ എല്ലാം മൾട്ടി കളറിൽ വരുമ്പം അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് അല്ലേ. ഇത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 130 രൂപയാണ്. ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഏറെ കാലം ഈ ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ നിലനിൽക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നല്ല കട്ട വെയിലുള്ളിടത്ത് പൂക്കളെക്കാൾ ഭംഗിയിൽ ഒരു പക്ഷേ ഇതിൻ്റെ ഇലകൾ നിൽക്കുന്ന കാണാം. ഇനി എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കുന്ന ചെടിയാണ് ഈ ചെമ്പകം. പൊൻചെമ്പകത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, ഈ ഒരു ചെറിയ പരുവത്തിൽ തന്നെ മുട്ടുകളൊക്കെ വന്ന ചെടിയാണ്. ഇത്രയും ചെറുതിൽ മുട്ടുകൾ വരുമെന്ന് കാണിക്കാൻ വേണ്ടി മുട്ടുള്ള ഒരു ചെടി നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ചെടിയിലും ഇപ്പോൾ മുട്ട ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ പെട്ടെന്ന് തന്നെ ഇതിൽ മുട്ടുകളും പൂവുകളും ഒക്കെ വരും. അതും നല്ല സുഗന്ധമുള്ള പൂക്കളല്ലേ ഇതിൻ്റെ. നമുക്ക് വലിയ ചട്ടികളിലും അതുപോലെ തറയിലൊക്കെ നടാം. ഇതൊരു പ്ലാന്റിന് 220 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നിങ്ങൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേ അതിൻ്റെ ഈ കടഭാഗത്ത് കണ്ടോ, അതിൻ്റെ നാടൻ്റെ ചെറിയ മുളകൾ വരും ഈ ബഡ് ചെയ്യുന്ന ഭാഗത്തിന് താഴെയായിട്ട്. അതൊക്കെ അപ്പം പറിച്ച് കളയണം കേട്ടോ, അത് മറക്കല്ലേ. പൊൻചെമ്പകം പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പൂക്കുന്ന വെള്ളച്ചെമ്പകവും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പ്ലാന്റ് സൈസൊക്കെ രണ്ടും സെയിം തന്നെ, വിലയും സെയിം തന്നെയാണ്. 220 രൂപയാണ്. ചെമ്പകം പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഈ കണിക്കൊന്ന. പണ്ടൊക്കെ കണിക്കൊന്ന വിഷുവിൻ്റെ സമയത്ത് മാത്രമല്ലേ പൂക്കുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നല്ല ചൂടുള്ള ക്ലൈമറ്റ് മിക്കപ്പോഴും ഉള്ളതുകൊണ്ട് ഈ ചെടിക്ക് തോന്നുമ്പോഴൊക്കെ അത് പൂക്കുണ്ട്. ഇത് ഹൈബ്രിഡ് കണിക്കൊന്നയൊന്നുമല്ല, നാടൻ കണിക്കൊന്നയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. ഇനി വരുന്ന കിടിലൻ പ്ലാന്റ് എന്ന് പറയുന്നത് പെക്ടാന്തസ് മോണ ലാവൻഡർ എന്ന് പേരുള്ള ഈ ഒരു ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ ഇതിലുണ്ടാവും, അതോ എപ്പോഴും പൂവ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണേ. നമ്മുടെ നാട്ടിൽ ഈ ഒരു ചെടിക്ക് എന്തോ നീലക്കുറിഞ്ഞോട് സാമ്യമുള്ള എന്തോ ഒരു പേരും കൂടി ഉണ്ട്. അതറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. യുജീനിയയുടെ പല വെറൈറ്റീസും ഞാൻ സെയിലിൽ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് യുജീനിയയുടെ മിനിയേച്ചറാണേ. യുജീനിയ മിനിയേച്ചർ ഒരു കുഞ്ഞു ഇലയുള്ളത് അത് വേറെ. ഇത് നമ്മുടെ നാടൻ യുജീനിയയുടെ തന്നെ മിനിയേച്ചർ ടൈപ്പ്. നമ്മളെ ചട്ടിയിൽ നട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും രസമായിരിക്കുക കാണാനായിട്ട്. അതിങ്ങനെ പതിഞ്ഞ് നിറഞ്ഞുണ്ടയായിട്ടുണ്ടാവും. ഇതും ഒരു പ്ലാന്റിന് 120 രൂപ തന്നെയാണ് കേട്ടോ. അടുത്തത് പൈസോണിയ പ്ലാന്റ് ആണ്. എന്ത് രസമാണെന്ന് അറിയാം ഇതിൻ്റെ ഇലകൾ കാണാൻ. നല്ല ഭംഗിയായിട്ട് നിൽക്കും.
തരക്കേടില്ലാത്ത വെയിലുള്ള ഒരു സ്ഥലത്ത് നട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല വീതിയുള്ള ഇലയിൽ ക്രീം ഷെയ്ഡ് വന്നിട്ട് തത്തപ്പച്ച ഇലയാണ്, അതിൽ ക്രീം ഷെയ്ഡാണ് വരുന്നത്. ഇതിന് മുമ്പ് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം, വെറൈറ്റി ചെടിയാണ്, നല്ല വിലയുള്ള ചെടിയുമാണ്. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 450 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇച്ചിരി വിലയുള്ളതാണ്. നമുക്കറിയാം വെറൈറ്റി പ്ലാന്റ്സിൻ്റെ വിലയും കുറച്ച് വെറൈറ്റി ആയിരിക്കും. എല്ലാ ചെടികളും തന്നെ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന വിലയിലൊക്കെ സെയിൽ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ആകുമ്പോൾ നമ്മൾ വേറെ ഇടത്തുനിന്ന് വാങ്ങി റീസെയിൽ ചെയ്യുന്നതല്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ളൊരു വിലയിൽ ഇടാൻ പറ്റുക, അതാണ്. പിന്നെ അടുത്ത പ്ലാന്റ് ഈ ഒരു അരേലിയാണ്. അരേലിയയുടെ ഗോൾഡൻ ലോങ് ലീഫ് അരേലിയാണ് കേട്ടോ. നല്ല രസം ഇത് കാണാൻ. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല മഞ്ഞ കളറിൽ ഇതിൻ്റെ ഇല വരും. ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയിൽ ചട്ടിയിൽ നടാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബോർഡറായിട്ട് ഇങ്ങനെ നിരത്തി നട്ട് വെച്ചാലും നല്ല ഭംഗിയാണ്. ഫയർ ക്രാക്കറിൻ്റെ ക്രീം കളറുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒത്തിരി വലിയ പ്ലാന്റ് അല്ല, ഇടത്തരം പ്ലാന്റാണ് കേട്ടോ. ഇതൊരു പ്ലാന്റിന് 70 രൂപ. ഇത് ഒന്നുകിൽ നമുക്ക് തറയിൽ നട്ട് കോല് കുത്തി കൊടുത്ത്, നല്ല നീളമുള്ളൊരു കോല് കുത്തി കൊടുക്കണം. അപ്പോൾ അതുമേലേക്ക് ഇതിങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിട്ട് പിന്നെ അത് അവിടെ നിന്ന് താന്ന് ഇതിൻ്റെ ചില്ലകൾ താഴേക്ക് കിടക്കും. അപ്പോൾ നല്ല രസം. അല്ലെങ്കിൽ നല്ല ഹൈറ്റിൽ നട്ടിട്ട് അതിൻ്റെ കമ്പുകൾ ഇങ്ങനെ താഴത്തേക്ക് തൂക്കിയിടണം. നന്ദ്യാർ വട്ടത്തിൻ്റെ കട്ടപ്പൂവ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. നല്ല റോസാപ്പൂ പോലെ കട്ടയായിട്ടുണ്ടാവണം പൂക്കളാട്ടോ ഇതിൻ്റെ. ഈ ചെടി നമുക്കിപ്പം അവൈലബിൾ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 80 രൂപയാണേ. ഇതൊക്കെ ചെറുതിലെ തന്നെ പൂവുണ്ടാവുന്ന ചെടി, അത് മാത്രമല്ല എപ്പോഴും പൂവുണ്ടാവുകയും ചെയ്യും. ഇത് കണ്ടോ, ഇത് ഡുറാന്ത വെരിഗേറ്റഡ് ആണ്. ഡുറാന്ത വെരിഗേറ്റഡിൻ്റെ വേറൊരു ടൈപ്പ് ഞാൻ ഇതിന് മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലകൾക്ക് വെരിഗേഷൻ വ്യത്യാസമുണ്ട്. ഇതങ്ങനെയല്ല, കുറച്ചും കൂടെ പച്ച ഇല, ക്രീം ഷെയ്ഡ് കൂടുതലുണ്ട്. ഇതിൻ്റെ പൂവുണ്ടാവുന്നത് കണ്ടോ, ഇതുപോലെ അത് പൂവുണ്ടായത് കൊഴിഞ്ഞു പോയി, ഇതുപോലെ പൂവാണ് ഉണ്ടാവുക. ഇതൊരു പ്ലാന്റിന് 90 രൂപ റേറ്റ്. ഇത് ഇലച്ചെടിയായിട്ടും പൂച്ചെടിയായിട്ടൊക്കെ നമുക്ക് നിർത്താം കേട്ടോ. നല്ല ഭംഗിയാണ്, വെയിലുള്ളിടത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ പൂവും നമ്മുടെ ഇതുപോലത്തെ ഈ നാടൻ ഡുറാന്തയുടെ പൂക്കൾ വരില്ലേ, അതുപോലെ തന്നെ ആണ് വരിക. നീലമരി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും മുടിയൊക്കെ സംരക്ഷിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഈ നീലമരി നമുക്ക് ഇച്ചിരി വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെ ഇത്തവണ കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ നീലമരി ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ. കോപ്സിയ പ്ലാന്റ് ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഒരു കുഞ്ഞുമരം പോലെ നിന്ന് വീടിൻ്റെ മുമ്പിലൊക്കെ മതിൽ സൈഡിലൊക്കെ നട്ട നല്ല രസമാണ് കാണാനായിട്ട്. എപ്പോഴും പൂവും, 365 ദിവസം പൂവുണ്ടാവുന്ന ചെടിയാണ്. ഇതിൻ്റെ മുമ്പ് നമുക്ക് കിട്ടിയിരുന്നത് വലിപ്പമുള്ള ചെടികളാണ് വലിയ വിലയ്ക്ക്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചെറിയ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചെടി നിൽക്കുന്ന കവറടക്കമായിരിക്കും ഞാൻ അയച്ചു തരിക. ഒരു പ്ലാന്റിന് 130 രൂപ റേറ്റ്. അതുപോലെ നമ്മുടെ കിളിക്കിച്ചെടി ബട്ടർഫ്ലൈസിനെ നന്നായിട്ട് ആകർഷിക്കുന്ന ഒരു ചെടിയാണ്. ആ ഒരു ഉദ്ദേശത്തിലാണ് എല്ലാവരും ഇത് വാങ്ങുക. അല്ലാതെ അതിൻ്റെ പൂവ് അത്ര ആകർഷണമുള്ള പൂവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് വിരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് ചിത്രശലഭങ്ങൾ വരും. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 50 രൂപയാണ്. മെഡിനില്ലയുടെ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടോ? മെഡിനില്ല ഹൈബ്രിഡ് ശരിക്കും 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു വട്ടമുള്ള ഇലയുള്ളത്, പൂക്കൾ കണ്ടോ ഇതുപോലെ കൊല കുത്തി ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. പിന്നെ വേറെ ഒന്ന് നീളമുള്ള ഇലയുള്ളതുണ്ട്. ഇത് വട്ടമുള്ള ഇലയുള്ളതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് 450 രൂപയ്ക്കാണ് കൊടുക്കാൻ പറ്റുക. നല്ല കുനുകുനാന്ന് പഞ്ചായിട്ട് നിറച്ച് പൂവുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നല്ല രസമാണ് കാണാൻ. നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് ലാസ്റ്റ് ടൈമിൽ ഞാൻ സെയിൽ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവരുടെയൊക്കെ ഒരുമാരെ നന്നായിട്ട് പിടിച്ച് കിട്ടിയ ഒരു പൂക്കളൊക്കെ ആയിട്ട് പിക്ചർ അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ ലാസ്റ്റ് പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് റോസിഡയുടെ 3 കളേഴ്സാണ്. ആദ്യത്തെ വൈറ്റ് 150 രൂപയാണ്. രണ്ടാമത്തെ കളർ വരുന്നത് ലെമൺ യെല്ലോ കളറ്, അതിന് 110 രൂപയാണ് റേറ്റ്. ഇനി വരുന്ന കളർ എന്ന് പറയുന്നത് റെഡാണ്. റെഡിനും 110 രൂപ തന്നെയാണ് റേറ്റ്. റോസിയുടെ ഒന്നും നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു നഷ്ടമേ അല്ല കേട്ടോ. കാരണം എപ്പോഴും നിറച്ച് പൂവുണ്ടാവും. അതും ഒരു കുഞ്ഞു മരമൊക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ എല്ലാ പ്ലാന്റ്സും ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കാറ്റലോഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ വിത്തുകൾ ഞാൻ ഇപ്പോൾ പുതിയ കുറേ വിത്തുകൾ കിട്ടിയതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആവശ്യമുള്ളവർ നോക്കി ഓർഡർ ചെയ്തേക്കണേ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അഡ്രസ്സ് ചെയ്തിടാൻ മറക്കല്ല. അതുപോലെ തന്നെ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അറിയിക്കാനും മറന്നു പോകല്ലേ. പിന്നെ പൈസ അയക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഉറപ്പായിട്ടും അയക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇച്ചിരി കൂടി നേരത്തെ ഇടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ നമ്മുടെ കുറച്ച് തിരക്കുകൾ കൊണ്ട് സാധിച്ചില്ല. ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.